ശ്രീ ബാലഗോപാൽ പറയുന്നു കണക്കുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ അത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ കൊടുത്ത കണക്കുകൾ ശരിയായിരിക്കില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. ഇപ്പൊ മിസ്റ്റർ റെജി ലൂക്കോസ് പറഞ്ഞില്ലേ നെല്ലിന്റെ കണക്ക് കൊടുത്തു എന്നിട്ട് പൈസ കിട്ടുന്നില്ലെന്ന് ടീച്ചറെ അങ്ങനെ പറയാതെ ഇതിന് തലയ്ക്ക് വട്ട. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ബാലഗോപാൽ എന്ന് പറഞ്ഞ മന്ത്രി ഡൽഹിയിൽ പോയി ഇത് ബോധ്യപ്പെടുത്തി ക്ലിയർ ചെയ്ത് പത്രസമ്മേളനം നടത്തുക. ഇപ്പൊ ടീച്ചറെ സമ്മതിക്കുന്നു, പിന്നെ അതിനൊരു കാരണം കണ്ടെത്തുന്നു. അതൊരു ബഹുമാനപ്പെട്ട ടീച്ചറെ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ടീച്ചറിന് സമ്മതിക്കുന്നു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നല്ലോ. ഉണ്ടോ ഇല്ലെന്നോ ടീച്ചർ പറയാനുണ്ട്. എന്നാ പിന്നെ അത് ഈ ചർച്ചകൾ പറഞ്ഞാൽ പോരെ ടീച്ചറെ? വെറുതെ എന്തിനാണ് സപ്പോർട്ടീവ് ഫാക്ടർ ആയിട്ടൊരു പർട്ടിക്കുലർ കക്ഷിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത്? മഞ്ജുഷ ഞാൻ എഴുന്നേറ്റ് പോകും കേട്ടോ, എനിക്ക് ക്ഷമ കെട്ടുന്നു. ഏതാനും എനിക്ക് തന്നെ ഉറപ്പായില്ല ടീച്ചർ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് വയ്യ. ഈയിടെ കെറിമെഴുതിലെത്തിച്ചുണ്ട് നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ഞാൻ എന്നെ എന്റെ സംസ്കാരം മാറ്റിക്കല്ലേ പ്ലീസ്. നിങ്ങൾ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുക, പല ഭ്രാന്തന്മാരെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങള്. ഒരാവശ്യമുണ്ടായിരുന്നില്ല. അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഇപ്പോൾ എന്താണ് ഇവിടെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്? ഇവിടെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ധൂർത്താണോ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം? ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച ഈ സംസാരത്തിന്റെ ഒച്ച. ഇത് നികുതി പിരിച്ചെടുക്കാൻ കഴിവില്ല, നികുതിയേതര വരുമാനം പിരിച്ചെടുക്കാൻ കഴിവില്ല. ഒറ്റയ്ക്ക് പറഞ്ഞാൽ വിഭവ സമാഹരണത്തിൽ ഈ ഗവൺമെന്റ് അട്ടർ ഫെയിലിയർ ആണ്. 2018 എനിക്ക് 2018 മുതലുള്ള സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിനെപ്പറ്റി ഒരൊറ്റ മറുപടി പറയാൻ പോലും റെജി ലൂക്കോസ് ഇവിടെ തയ്യാറല്ല. ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് റെജി അങ്ങനെ? ഇതേ സ്പോൺസർമാരുടെ കയ്യിൽ നിന്നാണല്ലോ ഈ GST പിരിക്കേണ്ടത്. അവിടെ ചെന്ന് നെഞ്ചുയർത്തി നിൽക്കുവാൻ പറ്റുമോ ഈ GST ഉദ്യോഗസ്ഥന്? കൈയടിച്ച് പിന്തുണച്ച ജനം ഒഴുകിയെത്തിയ കേരളീയൻ ധൂർത്താന്ന് പറഞ്ഞ നിങ്ങളാണ് കേരളത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ. ഭയങ്കരം തന്നെ. കേരളത്തിന് ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്ത, കേരളത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച നാളുകളുടെ പ്രതീക്ഷകള് കേരളത്തിലേക്ക് നിക്ഷേപങ്ങളും ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഒഴുകിയെത്താൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് അവതരിപ്പിച്ചതിനെ നിങ്ങൾ ആക്ഷേപിച്ച നിങ്ങളാണ് ഒന്നാമത്തെ കേരളത്തിന്റെ ശത്രുക്കള്. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ഇനി ആരാ ദൂർത്ത് കാണിച്ചത് പറയൂ. 27 കോടി രൂപ, 1,36,000 പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 27 കോടി രൂപ ഇപ്പൊ അവര് സംസാരിച്ചോണ്ടിരിക്കുന്നു. അവർ നേരത്തെ അയാൾ പരാതി പറഞ്ഞു. GST പിരിക്കേണ്ട ഉദ്യോഗസ്ഥനെ കേരളീയം ചടങ്ങിൽ ആദരിച്ചത്. ഇക്കാര്യങ്ങൾക്ക് റെജി ലൂക്കോസ് മറുപടി പറയുമോ? സ്പോൺസർമാരുടെ കാര്യം താങ്കൾ പറയണ്ട, കാരണം അത് രഹസ്യമാക്കി വെച്ചേക്കുകയാണ്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പരിശീലനാണോ നിങ്ങൾ ഈ ടെലികാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആണോ? കേരളത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം പരിപാടികൾ സ്പോൺസർഷിപ്പ് ചെയ്യും, ആ സ്പോൺസർമാരെന്ന് പറയുന്ന ഒരു മനസ്സോടുകൂടി ചെയ്യുന്നതാണ്. അതും ഒരു വിപണിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് വിപണിയാണ്. എന്തെല്ലാം ആനുകൂല്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം, എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവിടുത്തെ ഏതെല്ലാം സർക്കാരിന്റെ പരിപാടികളും ഇയാളെ വിടലും കേട്ട് പല പ്രാവശ്യം മരിക്കണേക്കാൾ നല്ലത്. സാമ്പത്തിക ഇങ്ങനെ തെറി വിളിക്കല്ലേ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നുള്ള കൃത്യമായ സാമ്പത്തിക ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നെ വിളിക്കരുതെന്ന്. എനിക്ക് ഒരു വിവരമില്ല, പറയണത് മുഴുവൻ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.